എല്ലാവർക്കും ഇന്നത്തെ സച്ചിയുടെയും രേവതിയുടെയും കഥയിലേക്ക് സ്വാഗതം. അപ്പോൾ അങ്ങനെ നമ്മുടെ സച്ചി പലിശ കൊടുക്കാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോവുകയാണല്ലേ രേവതിനെയും കൂട്ടിയിട്ട്. അവിടത്തേക്ക് തന്നെയാണ് കേട്ടോ നമ്മുടെ ചന്ദ്രമതിയും അവരുടെ ഫ്രണ്ടും കൂടിയിട്ട് വരുന്നത്. അങ്ങനെ അവിടെ വെച്ച് നമ്മുടെ ചന്ദ്രമതി ഒരാൾ ഉരുളുന്നത് കാണുകയാണ്. അത് പലിശക്കാരനാണ് എന്നറിയാതെ ചന്ദ്രമതി അതൊരു സ്വാമിയാണ്, നമുക്ക് അനുഗ്രഹം വാങ്ങിക്കുക എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിച്ചിട്ട് അനുഗ്രഹം വാങ്ങാൻ നേരത്താണ് അത് പലിശക്കാരനാണ് എന്ന് തിരിച്ചറിയുന്നത് കേട്ടോ. അങ്ങനെ അത് കണ്ടുടനെ ഞെട്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി ഓടി ഒളിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് പലിശക്കാരൻ നമ്മുടെ ചന്ദ്രമതിയെ തിരഞ്ഞ് കണ്ടുപിടിച്ച് അവിടത്തേക്ക് പോയിട്ട് ചന്ദ്രമതിയോട് പറയുന്നുണ്ട്, നിങ്ങളെ കണ്ടിട്ട് ഫേക്കാണെന്ന് തോന്നുന്നുണ്ട്, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, അത് കാരണം കൊണ്ട് നിങ്ങളുടെ ഭർത്താവിനെയും കുട്ടികളെയും വിളിച്ചിട്ട് വന്നിട്ട് ഒപ്പിട്ടാലേ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കിഴിവ് തരാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യം പറയുകയാണ്. ചന്ദ്രയോടും അതുപോലെ തന്നെ ചന്ദ്രയുടെ ഫ്രണ്ടിൻ്റെ അടുത്തും കൂടി ആ കാര്യം പറയുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ സച്ചിയും രേവതിയാണെങ്കിൽ പലിശക്കാരന് പൈസ കൊടുക്കുന്ന വേണ്ടിയിട്ട് നീ എന്തൊക്കെ പറയണം എന്നുള്ളതൊക്കെ സച്ചി രേവതിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. രേവതിയാണെങ്കിൽ ഇതുവരെ കള്ളങ്ങളൊന്നും പറയാത്തത് കൊണ്ട് തന്നെ എന്താണ് പറയേണ്ടത് എന്നുള്ള തരത്തിലുള്ള രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇന്നത്തെ എപ്പിസോഡിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കത്തില്ല. മറ്റൊരു വീഡിയോയുമായി കാണാം. ബൈ.